പ്രതാപ്ഗഡ് ജില്ലയിലെ ശിവപൂർ എന്ന പിന്നോക്ക ഗ്രാമത്തിലായിരുന്നു വിദ്യ സിംഹം അവളുടെ അച്ഛനും താമസിച്ചിരുന്നത്. വീട്ടിലെ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ വളർന്നതുകൊണ്ട് വിദ്യയ്ക്ക് 12ാം ക്ലാസ് വരെ മാത്രമേ പഠിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. വിദ്യാഭ്യാസം കുറവായിരുന്നു എങ്കിലും വളരെ സൗമ്യയും മുതിർന്നവരെ ബഹുമാനിക്കുന്നവളും നല്ല ഹൃദയശുദ്ധിയുള്ളവളുമായിരുന്നു വിദ്യ. നഗരത്തിലെ ഒരു സമ്പന്ന കുടുംബത്തിലെ വ്യക്തിയുമായി വിദ്യയുടെ വിവാഹം ഏകദേശം 2 വർഷം മുൻപ് വലിയ ആരവങ്ങളോടും ആഘോഷത്തോടും കൂടി നടന്നിരുന്നു. ഒരു സമ്പന്ന കുടുംബത്തിലെ ഏക മകനായ വിക്രമിനെയാണ് അവൾ വിവാഹം കഴിച്ചത്. ആ വർഷം തന്നെ വിക്രം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിരുന്നു. നല്ല സംസ്കാരവും ആദരണീയവുമായ ഒരു കുടുംബത്തിലെ പെൺകുട്ടിയെ മരുമകളാക്കാൻ വിക്രമിൻ്റെ മാതാപിതാക്കൾ തീരുമാനിച്ചിരുന്നു. അതിന് അവർ പറഞ്ഞ കാരണം, ഉന്നത പദവിയിലിരിക്കുന്ന തങ്ങളുടെ മകന് വേണ്ടത് ആധുനികയായ പെൺകുട്ടിയല്ല, മറിച്ച് വീട് നോക്കി നടത്താനും മുതിർന്നവരെ പരിചരിക്കാനും കുടുംബം ഒരുമിച്ച് കൊണ്ടുപോകാനും കഴിയുന്ന ഒരു സംസ്കാരസമ്പന്നയായ പെൺകുട്ടിയെയാണ്. വിവാഹം കഴിഞ്ഞ കുറച്ചു മാസങ്ങൾ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞുപോയി. പിന്നീട് വിക്രം ട്രെയിനിങ്ങിൻ്റെ തിരക്കിലായിരുന്നു. അതേസമയം വിദ്യ തൻ്റെ ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയെയും രാവും പകലും നല്ലതുപോലെ ശുശ്രൂഷിച്ച് കഴിഞ്ഞു പോകുന്നു. വിക്രം തൻ്റെ കഠിനമായ IPS പരിശീലനം പൂർത്തിയാക്കി തിരികെ വന്നു. വിക്രമിനെ ജില്ലയിലെ അഡീഷണൽ SP ആയി നിയമിച്ചു. ഇപ്പോൾ വിക്രമിൻ്റെ കൂട്ടുകാർ എന്ന് പറയുന്നത് വിദ്യാസമ്പന്നരായ നഗരത്തിലെ ആധുനിക സ്ത്രീകളും സ്വാധീനമുള്ള രാഷ്ട്രീയക്കാരും ഒക്കെയായിരുന്നു. ഭാര്യ വിദ്യ ഒരു നാട്ടിൻപുറത്തുകാരിയായതുകൊണ്ട് വളരെ നാണക്കേടായും ഒരു തടസ്സമായും തോന്നാൻ തുടങ്ങി. വിക്രമിൻ്റെ ഗസ്റ്റ് ഹൗസിൽ ഔദ്യോഗിക പാർട്ടി ഉണ്ടാകുമ്പോഴോ തൻ്റെ ബാച്ചിലെ IPSകാർ IAS സുഹൃത്തുക്കൾ വീട്ടിൽ വരുമ്പോൾ ഒക്കെ വിദ്യ ഒരു സാധാരണക്കാരിയെപ്പോലെ കോട്ടൺ സാരിയും നെറ്റിയിൽ വലിയ പൊട്ടും ശുദ്ധമായ ഹിന്ദി ഉച്ചാരണം കൊണ്ട് ഒരു രാത്രി നഗരത്തിലെ ഒരു ലക്ഷറിയസ് 5 സ്റ്റാർ ഹോട്ടലിൽ തൻ്റെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഡിന്നർ ഒരുക്കി. എല്ലാ ഉദ്യോഗസ്ഥരും തങ്ങളുടെ ഭാര്യമാരോടൊപ്പം അവിടെ എത്തി. വിക്രം തൻ്റെ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ വിദ്യയെയും കൊണ്ടുപോയി. അവിടെ വച്ച് പോലീസ് കമ്മീഷണറുടെ ഭാര്യയും ഒരു പ്രമുഖ ബിസിനസ്സുകാരനും വിദ്യയോട് ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഇത്രയും വലിയ ഹോട്ടലും ആൾക്കൂട്ടവും ഒക്കെ ആദ്യമായി കണ്ട വിദ്യ പരിഭ്രമിച്ചു. അവളോട് ഇംഗ്ലീഷിൽ സംസാരിച്ചപ്പോൾ അവൾ കൈകൂപ്പി പതിഞ്ഞ സ്വരത്തിൽ ഹിന്ദിയിൽ പറഞ്ഞു, "എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല സാർ" എന്ന്. വിദ്യയുടെ ഹിന്ദിയിലുള്ള മറുപടിയും പരിഭ്രമവും ഒക്കെ കണ്ട അവിടെ നിന്നിരുന്ന ചിലർ ഉന്നതർ പതിയെ ചിരിക്കാൻ തുടങ്ങി. ഇത്രയും ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയ്ക്ക് വിദ്യാഭ്യാസമില്ല എന്ന് പരസ്പരം പറഞ്ഞു ചിരിക്കാൻ തുടങ്ങി. വിക്രമിന് വല്ലാത്ത അപമാനമായി മാറിയത്. അവൻ എങ്ങനെയോ സ്വയം നിയന്ത്രിച്ചു നിന്നു. പക്ഷേ രാത്രി വൈകി വീട്ടിലെത്തിയ ശേഷം വീട്ടിലെ മുഴുവൻ ആൾക്കാരുടെയും തൻ്റെ മാതാപിതാക്കളുടെയും മുൻപിൽ വച്ച് വിദ്യയെ വിദ്യാഭ്യാസമില്ലാത്തവളെന്നും വിവരമില്ലാത്തവളെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് അധിക്ഷേപിച്ചു. "എന്നെപ്പോലെ ഉന്നത ക്ലാസ് 1 ഓഫീസറുടെ ഭാര്യയായിരിക്കാൻ ഒരു യോഗ്യതയും നിനക്കില്ല. എൻ്റെ യൂണിഫോമിൽ പറ്റിയിരിക്കുന്ന ഒരു കറയാണ് നീ. അത് ഞാൻ കഴുകിക്കളയാൻ പോവുകയാണ്. നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും പോകണം. നീ കാരണം ഞാൻ എല്ലാവരുടെയും മുന്നിൽ തലകുനിക്കേണ്ടി വരുന്നു" എന്നൊക്കെ പറഞ്ഞു. മറുപടി ഒന്നും പറയാതെ വിദ്യ കരഞ്ഞുകൊണ്ടു നിന്നു. പിറ്റേ ദിവസവും വിക്രമിൻ്റെ ദേഷ്യത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. അവൻ വിവാഹമോചനത്തിനുള്ള പേപ്പറുകൾ റെഡിയാക്കി. 2 ജോലിക്കാരെ വിളിച്ച് വിദ്യയെ അവളുടെ എല്ലാ സാധനങ്ങളുമായി ഗ്രാമമായ ശിവപൂരിൽ കൊണ്ടാക്കാൻ നിർദ്ദേശിച്ചു. ഇത് കേട്ട് സ്തബ്ധയായി നിന്ന വിദ്യ കരഞ്ഞുകൊണ്ട് വിക്രമിൻ്റെ കാലുകളിൽ വീണു. "ഞാൻ ചെയ്ത തെറ്റെന്താണ്? നഗരത്തിലെ പെൺകുട്ടികളെപ്പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്കറിയില്ല എന്നതാണോ? ഇതാണ് എൻ്റെ കുറവെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാം. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാം. ദൈവത്തെ ഓർത്ത് എന്നെ ഇറക്കി വിടരുത്. എന്നെ എല്ലാവരുടെയും മുൻപിൽ വച്ച് അപമാനിച്ച് ഇറക്കി വിടരുത്. വയസ്സായ എൻ്റെ അച്ഛന് ഇത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല." പക്ഷേ വിക്രമിൻ്റെ മനസ്സ് കല്ലുപോലെ ഉറച്ചതായിരുന്നു. അയാൾ വിദ്യയെ കാലുകൊണ്ട് തള്ളി മാറ്റി. വിക്രം വിദ്യയെ വലിച്ചിഴച്ച് തൻ്റെ വാഹനത്തിൽ കയറ്റി ജോലിക്കാരോട് ആജ്ഞാപിച്ചു, "കൊണ്ടുപോയി അവളുടെ വീട്ടിലാക്കൂ." അങ്ങനെ അവർ വിദ്യയെ അവളുടെ ചെറിയ വീടിൻ്റെ മുന്നിൽ കൊണ്ടുചെന്നാക്കി. ആ ഗ്രാമം മുഴുവൻ ഈ കാഴ്ച കാണാൻ തടിച്ചുകൂടി. ആളുകൾ പലതും പറഞ്ഞ് പരിഹസിക്കുന്നുണ്ടായിരുന്നു. വിദ്യയുടെ അച്ഛൻ അഭിമാനിയായ ഗ്രാമത്തിലെ സത്യസന്ധതയ്ക്ക് പേരുകേട്ടയാളായിരുന്നു. തൻ്റെ ഏക മകൾക്ക് നേരിട്ട ഈ അപമാനവും സമൂഹത്തിൻ്റെ പരിഹാസവും അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. വിദ്യ വീട്ടിലെത്തിയതിൻ്റെ 3-ാം ദിവസം അദ്ദേഹത്തിന് കഠിനമായ ഹൃദയാഘാതം സംഭവിച്ചു മരണമടഞ്ഞു. ഇതോടെ വിദ്യ ഈ ലോകത്തൊറ്റയ്ക്കായി.
ആരിൽ നിന്നും അവൾക്ക് ഒരു പിന്തുണയും ലഭിച്ചില്ല. എല്ലാവരും അവളെ ഉപേക്ഷിക്കപ്പെട്ട പരാജിതയായ നിർഭാഗ്യവതിയായ പെണ്ണായി കരുതി. പക്ഷേ ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെങ്കിൽ നിസ്സഹായത അവളിൽ അവസാനിക്കുമെന്ന് പറയപ്പെടുന്നത് പോലെ അവളിൽ മറഞ്ഞിരുന്ന ഒരു അഗ്നിപർവ്വത ശക്തി ഉണർന്നു. അച്ഛൻ്റെ ചിതാഭസ്മം കയ്യിലെടുത്ത് അവൾ ആകാശത്തേക്ക് നോക്കി ഇനി ഒരിക്കലും കരയില്ലെന്ന് പ്രതിജ്ഞ എടുത്തു. ഇനി ഞാൻ കരയില്ല. എൻ്റെ കണ്ണുനീർ എൻ്റെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റും. അത് ഈ സമൂഹത്തിന് മുന്നിൽ, പ്രത്യേകിച്ച് അഹങ്കാരിയായ ആ IPS ഓഫീസർക്ക് മുൻപിൽ ഞാൻ തെളിയിക്കും. അച്ഛൻ്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഗ്രാമത്തിൽ പൂർവിക സ്വത്തായി വിദ്യയ്ക്ക് ലഭിച്ചിരുന്ന ഭൂമിയുടെ ചെറിയ ഭാഗം കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് അവൾ നേരെ അലഹബാദിലെ പ്രയാഗ്രാജിലേക്ക് പുറപ്പെട്ടു. അവിടെ ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്ത് നിയമപഠനം പൂർത്തിയാക്കാൻ വേണ്ടി അവൾ ദൃഢനിശ്ചയം ചെയ്തു. ഞാൻ പഠിച്ച് നീതിയുടെ ഉന്നത സ്ഥാനത്തെത്തും. ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പഠനം അവൾക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു. കാരണം എല്ലാ നിയമപുസ്തകങ്ങളും ഇംഗ്ലീഷിലായിരുന്നു. പുസ്തകത്തിലെ ഓരോ വാക്കും മനസ്സിലാക്കാൻ അവൾ ഒരു നിഘണ്ടുവുമായി രാത്രി മുഴുവൻ മെഴുകുതിരി വെളിച്ചത്തിൽ ഇരുന്ന് പഠിച്ചു. ഓരോ പേജും മനസ്സിലാക്കാൻ അവൾക്ക് മണിക്കൂറുകൾ വേണ്ടി വന്നു. ദരിദ്രരായ കുട്ടികൾക്ക് ട്യൂഷൻ നൽകി ജീവിതത്തിൽ ചെറിയ വരുമാനം കണ്ടെത്തി. അങ്ങനെ ദൈനംദിന ചിലവുകൾ നടത്തി. ചെറിയ മുറിയിൽ മങ്ങിയ വെളിച്ചത്തിലിരുന്ന് IPC പോലുള്ള ഭാരമേറിയ നിയമപുസ്തകങ്ങൾ വായിക്കും. ഉറക്കം വരാൻ തുടങ്ങുമ്പോൾ മുഖത്ത് തണുത്ത വെള്ളം തളിക്കും. ഒരു നിമിഷം പോലും പാഴാക്കാതെ തളരാതെ തൻ്റെ അചഞ്ചലമായ സമർപ്പണം, സ്ഥിരോത്സാഹം, സത്യസന്ധത എന്നിവയാൽ വിദ്യ കോളേജിൽ നിന്ന് നിയമബിരുദം പൂർത്തിയാക്കി. തുടർന്ന് സമയം പാഴാക്കാതെ ബുദ്ധിമുട്ടുള്ള ജുഡീഷ്യൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തു. അവൾക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: നീതിയുടെ ഉയർന്ന ഇരിപ്പിടത്തിൽ, മനുഷ്യാസ്തിത്വത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഇരിപ്പിടത്തിൽ ഇരിക്കുക. ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അയാളുടെ വസ്ത്രങ്ങളോ ഭാഷയോ പദവിയോ അല്ല, മറിച്ച് അയാളുടെ പ്രവൃത്തികളും തെളിവുകളും സത്യസന്ധതയും മാത്രമാണ്. വിദ്യയ്ക്ക് കഴിഞ്ഞുപോയ 5 വർഷം എന്നത് ചെറിയ ഒരു കാലയളവില്ല. അവൾ ഇതിനിടയിൽ ഒരു പുതിയ വസ്ത്രം വാങ്ങുകയോ ഉറങ്ങുകയോ ഉത്സവത്തിനോ വിവാഹത്തിനോ എന്തിന് അവളുടെ ഗ്രാമത്തിൽ പോലും പോയിട്ടില്ല. അവൾ തനിക്ക് കൊടുക്കേണ്ടി വന്ന തൻ്റെ ആത്മാഭിമാനത്തെ വീണ്ടെടുക്കുക എന്ന കഠിനമായ ജോലി ചെയ്യുകയായിരുന്നു. ഒടുവിൽ ആ ദിവസം വന്നെത്തി. ജുഡീഷ്യൽ സർവീസ് മെയിൻ പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അന്തിമ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. ഇൻ്റർനെറ്റിൽ ലിസ്റ്റ് വന്നപ്പോൾ വിദ്യാസിംഗിൻ്റെ പേര് മുഴുവൻ സംസ്ഥാനത്തെയും മെറിറ്റ് പട്ടികയിൽ ഒന്നാമതായി തിളങ്ങി നിന്നു. അങ്ങനെ വിദ്യ ഇപ്പോൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ്. ഹൈക്കോടതി രജിസ്ട്രാർ ഒപ്പിട്ടതിനു ശേഷം അവളെ അതേ പ്രതാപ്ഗഡ് ജില്ലയിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റായി നിയമിച്ചു. വിദ്യ ആദ്യമായി ജഡ്ജിയുടെ ഔദ്യോഗിക വേഷത്തിൽ കോടതിയിൽ എത്തി. അവളുടെ മുഖത്ത് ഒരു ആത്മവിശ്വാസം നിറഞ്ഞു നിന്നിരുന്നു. അവൾ ഇപ്പോൾ പഴയ നിസ്സഹായായ വിദ്യയായിരുന്നില്ല, മറിച്ച് നിയമത്തിൻ്റെ തന്നെ മൂർത്തിഭാവമായിരുന്നു. അപ്പുറത്ത് വിക്രം തൻ്റെ സ്വാധീനവും അഹങ്കാരവും ആകാശത്തോളം ഉയർത്തി. ജില്ലയിലെ ഏതൊരു രാഷ്ട്രീയക്കാരനെയും സാധാരണക്കാരനെയും അദ്ദേഹം അവഗണിച്ചു. അവൻ പൂർണ്ണമായും സ്വേച്ഛാധിപത്യത്തിലേക്ക് വീണു. അവൻ്റെ ശാഠ്യവും അഹങ്കാരവും കാരണം അയാൾ നഗരത്തിലെ വളരെ വലുതും ആഴമേറിയതുമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയിൽ കുടുങ്ങി. അദ്ദേഹത്തിൻ്റെ എതിരാളികളായ രാഷ്ട്രീയക്കാരും ചില അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും ചേർന്ന് അദ്ദേഹത്തിനെതിരെ വ്യാജവും എന്നാൽ വളരെ ഗുരുതരവുമായ ഒരു കേസ് കെട്ടിച്ചമയ്ക്കാൻ ഗൂഢാലോചന നടത്തി. കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയതായും തൻ്റെ അധികാര ദുരുപയോഗത്തിനും നിരപരാധിയായ ഒരാളെ നിയമവിരുദ്ധമായി പീഡിപ്പിച്ചതായും കേസ് രജിസ്റ്റർ ചെയ്തു. തടവ് ഉൾപ്പെടെയുള്ള ഗുരുതരമായ പീഡനങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും കേസിൽ ഉൾപ്പെട്ടിരുന്നു. സംസ്ഥാന സർക്കാർ ഉടനടി നടപടി സ്വീകരിച്ചു. വിക്രമിനെ ആ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുകയും വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. വിക്രമിനെ അറസ്റ്റ് ചെയ്ത് ഉടൻ തന്നെ ബന്ധപ്പെട്ട കോടതിയിലേക്ക് കൊണ്ടുപോയി. അന്ന് തിങ്കളാഴ്ചയായിരുന്നു. രാവിലെ മുതൽ അറസ്റ്റിലായ വിക്രം കോടതിയിലുണ്ട്. കോടതി പരിസരമാകെ പൊതുജനങ്ങളെക്കൊണ്ടും മാധ്യമപ്രവർത്തകരെക്കൊണ്ടും നിറഞ്ഞിരുന്നു. ജില്ലയിലെ ഏറ്റവും സ്വാധീനനും ധനികനും അഹങ്കാരിയുമായ ഒരു IPS ഓഫീസർ ഒരു സാധാരണക്കാരനെ പോലെ നിൽക്കുന്നത് കാണാമായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് പോലീസ് സന്നാഹത്തോടെ കോടതി മുറിക്കകത്തേക്ക് കൊണ്ടുവന്നു. ഒരിക്കൽ എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി നിന്ന് അഹങ്കരിച്ചിരുന്ന ഒരു IPS ഓഫീസർ ഇന്ന് ആരുടെ മുഖത്തും നോക്കാനാവാത്ത വിധം തലകുനിഞ്ഞിരിക്കുന്നു. അവൻ്റെ ഡ്രസ് പൊടി പിടിച്ചും മങ്ങിയും കാണപ്പെട്ടു. മുഖം കോപത്താൽ ചുവന്നിരുന്നു. കേസ് നമ്പർ 402 ഗവൺമെൻറ് വേഴ്സസ് വിക്രം സിൻഹ. പ്രതി ഹാജരായി. പോലീസ് ഉദ്യോഗസ്ഥർ കോടതി മുറിയുടെ നടുവിലുള്ള മരവും ഇരുമ്പും നിറഞ്ഞ വേലിയിലേക്ക് കൊണ്ടുവന്നു.
വിക്രം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല തനിക്ക് ഇതുപോലെ ഒരു കുറ്റവാളിയായി നിൽക്കേണ്ടി വരുമെന്ന്. തൻ്റെ പോലീസ് ജീവിതത്തിലുടനീളം ദരിദ്രരെയും നിസ്സഹായരെയും മാത്രമേ കണ്ടിട്ടുള്ളൂ. വിക്രമിൻ്റെ നെഞ്ച് ശക്തമായി മിടിക്കുന്ന ശബ്ദം പുറത്തു കേൾക്കാം. ശരീരം ഭയത്താൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വാതിലിലൂടെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വിദ്യാ സിംഗ് പ്രത്യക്ഷപ്പെട്ടു. എല്ലാ അഭിഭാഷകരും പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടായിരുന്ന ആളുകളും ബഹുമാനത്തോടെ അവരുടെ സ്ഥലങ്ങളിൽ എഴുന്നേറ്റു നിന്നു. അറിയാതെ ഭയന്ന വിക്രം തല അല്പം ഉയർത്തി മുന്നിലുള്ള ഏറ്റവും ഉയർന്ന നീതിയുടെ ചുവന്ന വെൽവെറ്റ് കസേരയിലേക്ക് നോക്കി. കസേരയിലിരിക്കുന്ന വനിതാ ജഡ്ജിയുടെ മുഖത്ത് പതിഞ്ഞ ഉടനെ വിക്രമിന് തൻ്റെ കാലിനടിയിലെ ഭൂമി ഇളകുന്നത് പോലെ തോന്നി. അവൻ്റെ മനസ്സിൽ ഒരു വലിയ സ്ഫോടനം നടന്നു. ആ കണ്ണുകൾ വിടർന്നു, തൊണ്ട വരണ്ടു. ചെറിയ ഒരു വിറയലോടെ പതുക്കെ പറഞ്ഞു, "വിദ്യ, 5 വർഷങ്ങൾക്ക് മുൻപ് താൻ വിദ്യാഭ്യാസമില്ലാത്തവൾ, വിവരദോഷി എന്നൊക്കെ പറഞ്ഞത് അധിക്ഷേപിച്ച് വീടിന് പുറത്താക്കിയവൾ ഇന്ന് ഉന്നത പദവിയിലിരിക്കുന്നു." എന്നാൽ വിദ്യയുടെ മുഖത്ത് ഒരു ഭാവഭേദവുമില്ലായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവും മുൻ ഭർത്താവുമായ ആ വ്യക്തിയെ കണ്ടപ്പോൾ വിദ്യയുടെ മുഖത്ത് ഒരു ദേഷ്യമോ പരിഭ്രമമോ ചലനമോ പുഞ്ചിരിയോ ഒന്നുമില്ലായിരുന്നു. അവളുടെ കണ്ണുകളിൽ രാജ്യത്തെ നിയമത്തെക്കുറിച്ചുള്ള ശാന്തവും പക്ഷപാതമില്ലാത്തതും നീതിയുക്തവുമായ തിളക്കം മാത്രം കാണപ്പെട്ടു. അത് സത്യവും സത്യസന്ധനുമായ ഒരു ന്യായാധിപൻ്റെ ലക്ഷണമായിരുന്നു. മുതിർന്ന അഭിഭാഷകൻ മുന്നോട്ട് വന്നു. അദ്ദേഹം കോടതിയെ വണങ്ങി. നാടകീയവും ദാർശനികവുമായ സ്വരത്തിൽ തൻ്റെ വാദം ആരംഭിച്ചു. വലിയ നിയമപരമായ വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം പറഞ്ഞു, "ബഹുമാനപ്പെട്ട കോടതി, എൻ്റെ കക്ഷി ശ്രീ വിക്രം സിംഗ് ജില്ലയിലെ പ്രശസ്തനായ ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹം സത്യസന്ധനും കഠിനാധ്വാനിയും ധീരനുമായ ഒരു IPS ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം എപ്പോഴും നിയമം പാലിച്ചിട്ടുണ്ട്. നഗരത്തിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. രാഷ്ട്രീയ മാഫിയയും അവരുടെ എതിരാളികളായ വിഭാഗങ്ങളും ആസൂത്രിതമായി നടത്തിയ ഗൂഢാലോചനയിൽ കുടുങ്ങിയിരിക്കുന്നു. വിജിലൻസ് വകുപ്പ് അവർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഹാജരാക്കിയിരിക്കുന്ന എല്ലാ രേഖകളും തെളിവുകളും പൂർണ്ണമായും കെട്ടിച്ചമച്ചതും വ്യാജവുമാണ്. ദേശീയ തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ പ്രശസ്തിക്ക് കളങ്കം ചേർത്താൻ ശ്രമം നടക്കുന്നു. അതിനാൽ ഈ കോടതി അദ്ദേഹത്തിന് ഉപാധികളില്ലാത്ത ജാമ്യം നൽകണമെന്നും ഈ കള്ളക്കേസ് തള്ളണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു." വിക്രമിൻ്റെ അഭിഭാഷകൻ്റെ ഓരോ വാക്കും വിദ്യ ശ്രദ്ധയോടെ ശാന്തമായും ഗൗരവത്തോടെയും ക്ഷമയോടെയും കേട്ടു. അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ തൻ്റെ നോട്ട് പാഡിൽ എഴുതി. പിന്നെ അവൾ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നേരെ തൻ്റെ ദൃഷ്ടി തിരിച്ചു. പ്രധാന പോലീസ് കേസ്, ഡയറി, വിജിലൻസ് അന്വേഷണം എന്നിവ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ വച്ചു. റിപ്പോർട്ടിൻ്റെ പേജുകൾ ഓരോന്നായി മറിക്കാൻ തുടങ്ങി. കോടതി മുറിയുടെ നിശബ്ദതയ്ക്കിടയിൽ വിദ്യയുടെ കൈകൾ പേജുകൾ മറിച്ചപ്പോൾ വിക്രം ടെൻഷൻ കൊണ്ട് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. തൊണ്ട വരണ്ടു. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പ്രത്യക്ഷപ്പെട്ടു. പ്രതിക്കെതിരെ ഹാജരാക്കിയ എല്ലാ തെളിവുകളും അപര്യാപ്തമാണെന്ന് വിദ്യ തുടർന്നു. ഈ കേസ് ദുരുദ്ദേശത്താൽ മാത്രം ആരോപിച്ചതാണെന്ന് കോടതിക്ക് ബോധ്യമായി. അതിനാൽ ഈ കേസിലെ പ്രതിയെന്ന് പറയുന്ന വിക്രം സിംഗിനെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും മുക്തനാക്കപ്പെടുകയും സർക്കാർ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന കേസ് ഉടനടി തള്ളിക്കളയാൻ ശുപാർശ ചെയ്യുന്നു. ഈ വിധി കേട്ടപ്പോൾ ജീവൻ അപകടത്തിൽ എന്ന പോലെ നിന്ന വിക്രമിനെ ആരോ പുനർജീവിച്ചതുപോലെ തോന്നി. ഒന്ന് നെടുവേർപ്പെട്ടു. ജഡ്ജി പെട്ടെന്ന് മൈക്രോഫോൺ എടുത്ത് ഓൺ ചെയ്ത് വളരെ ഗൗരവമുള്ള ശബ്ദത്തിൽ പറഞ്ഞു, "മിസ്റ്റർ വിക്രം സിൻഹ, ഒരു നിമിഷം. ഞാൻ ഇപ്പോൾ വായിച്ച ഉത്തരവ് രാജ്യത്തെ നിയമമായിരുന്നു. അത് നടപ്പിലാക്കി. ഇന്ന് ഈ തിരക്കേറിയ കോടതി മുറിയിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്. അതിന് നിങ്ങൾ ഉത്തരം പറയണം." ജഡ്ജിയുടെ ശബ്ദം കേട്ടതും വിക്രം മരവിച്ചു. കോടതി വീണ്ടും നിശബ്ദമായി. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു. വിദ്യ പതുക്കെ ജഡ്ജിയുടെ കസേരയിൽ നിന്നിറങ്ങി. അവൾ 2 കൈകളും മേശപ്പുറത്ത് വെച്ച് സാക്ഷിപ്പട്ടികയ്ക്ക് പുറത്തു നിൽക്കുന്ന വിക്രമിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. 5 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ എന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കി. കാരണം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. ലളിതമായ സാരി ധരിച്ചു. വിദ്യാഭ്യാസമില്ല, വിവരമില്ല എന്നൊക്കെയായിരുന്നു കാരണങ്ങളായി നിങ്ങൾ പറഞ്ഞത്. നിങ്ങളില്ലാതെ ഒരു ഗ്രാമീണ പെൺകുട്ടിക്ക് ജീവിക്കാനാവില്ല എന്ന് നിങ്ങൾ കരുതി. ഞാൻ പ്രതികാര ബുദ്ധിയുള്ള ഒരു സാധാരണ സ്ത്രീ ആയിരുന്നു എങ്കിൽ തെറ്റായ തെളിവുകൾ പോലും ന്യായീകരിക്കാൻ എൻ്റെ ഉന്നത സ്ഥാനം ഞാൻ ദുരുപയോഗം ചെയ്യുമായിരുന്നു. വേണമെങ്കിൽ നിങ്ങളെ എനിക്ക് ജയിലിലടച്ച് ജീവിതം മുഴുവൻ നശിപ്പിക്കാമായിരുന്നു. ഞാൻ അന്ന് കരഞ്ഞത് എൻ്റെ അഭിമാനത്തിൻ്റെ കണ്ണുനീരായിരുന്നു." അവൾ തുടർന്നു. "പക്ഷേ എൻ്റെ ഗ്രാമത്തിലെ മണ്ണ്, എൻ്റെ പിതാവിൻ്റെ മൂല്യങ്ങൾ, ദാരിദ്ര്യത്തോടുള്ള എൻ്റെ പോരാട്ടം എന്നിവ എന്നെ പഠിപ്പിച്ചത് നീതി ഒരിക്കലും സ്വയം പ്രതികാരം ചെയ്യാനോ മറ്റുള്ളവരെ അപമാനിക്കാനോ വേണ്ടിയല്ല എന്നാണ്. നീതി എന്നാൽ സത്യം ഉയർത്തിപ്പിടിക്കുക എന്നതാണ്. വലിയ ബിരുദങ്ങൾ കയ്യിലുണ്ടാകുക,
ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുക, അല്ലെങ്കിൽ ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നിവ മാത്രമല്ല കാര്യം. വിദ്യയുടെ വായിൽ നിന്നും വന്ന ഓരോ വാക്കും ഉരുകിയ ഇരുമ്പ് പോലെ വിക്രമിൻ്റെ ചെവികളിൽ തുളച്ചു കയറി. അത് അവൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും ബാധിച്ചു. ഇന്ന് ജീവിതത്തിൽ ആദ്യമായി യഥാർത്ഥ നിരക്ഷരനാനും അന്ധനുമായ വ്യക്തി താൻ തന്നെയാണെന്നും ഇത്രയും വലിയ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി വിദ്യയാണെന്നുമുള്ള തിരിച്ചറിവ് വിക്രം സിംഗിന് ഉണ്ടായി.